നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥാഭാഗം ശ്രീരാമ അഭിഷേക വിഘ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ശ്രീരാമദേവനോട് ദശരഥ മഹാരാജാവ് പട്ടാഭിഷേകത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും പ്രാർത്ഥനാജപം ഇത്യാദി പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്ത് അഭിഷേകത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കാനായിട്ട് ദശരഥ മഹാരാജാവ് ശ്രീരാമദേവനോട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ശ്രീരാമദേവൻ്റെ പട്ടാഭിഷേകത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ മന്ദരയ്ക്ക് ഇത് കേട്ടിട്ട് സന്തോഷമൊന്നും ഉണ്ടായില്ല. മന്ദര ഓടിച്ചെന്ന് കൈകേയിയോട് കാര്യങ്ങൾ പറയുകയാണ്. മന്ദര എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെ രണ്ടാമത്തെ പത്നി കൈകേയിയുടെ ആത്മസുഹൃത്തും തോഴിയുമാണ്. കൈകേയിയോട് പറയാണ്, കൈകേയി അറിഞ്ഞില്ലേ, നാളെ ശ്രീരാമദേവന് പട്ടാഭിഷേകമുണ്ട്, എല്ലാവരും അതിൻ്റെ തിരക്കിലും തയ്യാറെടുപ്പിലാണെന്ന് പറയുകയാണ്. അപ്പോൾ കൈകേയി ദേവി പറയുന്നു, അത് നല്ല കാര്യമല്ലേ, രാജ്യം ഭരിക്കാൻ ഏറ്റവും അനുയോജ്യം ശ്രീരാമൻ തന്നെയാണ്. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കും അതുപോലെ തന്നെ അയോധ്യവാസികൾക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. മന്ത്രിയോട് തിരിച്ച് കൈകേയിയും പറയുന്നുണ്ട്. അപ്പം കൈകേയി പറയാണ്, ഹേ മൂഢാത്മാവേ, നിനക്ക് ബോധമില്ലേ? കാരണം ശ്രീരാമദേവൻ എന്ന് പറയുന്നത് കൗസല്യാദേവിയുടെ പുത്രനാണ്. ശ്രീരാമദേവൻ രാജാവായിട്ട് വാണു കഴിഞ്ഞാൽ നിനക്കും നിൻ്റെ മകനും അയോധ്യ രാജ്യത്ത് വില പോലും ഉണ്ടാവില്ല. അപ്പോൾ കൈകേയി പറയാണ്, ഇല്ല, ശ്രീരാമനെ കൗസല്യേക്കാളും ഏറെ ഇഷ്ടം എന്നോടാണ്. ഇത് കേട്ട് മന്ദര ശ്രീരാമദേവനുള്ള അഭിഷേക വിഘ്നം നടത്താനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകേയിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പറയാൻ തന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് ശ്രീരാമദേവൻ്റെ അടുത്ത് നാരദ മഹർഷി വന്നു പോയൊരു കഥ നമ്മൾ പറഞ്ഞല്ലോ. അതിനുശേഷം ദേവന്മാരെല്ലാവരും കൂടി സരസ്വതി ദേവിയുടെ അടുത്ത് ചെല്ലുകയും സരസ്വതി ദേവിയോട് പറയാണ്, ശ്രീരാമ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ രാവണവധമാണ്. അപ്പോൾ രാവണവധം എന്തായാലും അയോധ്യ കൊട്ടാരത്തിൽ നിന്നാൽ ആ വധം സംഭവ്യമാകുകയില്ല. അപ്പം അതുകൊണ്ട് ഇവർ വനത്തിൽ പോകണം. വനത്തിൽ പോയാൽ മാത്രമാണ് സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോവുകയും തൽഫലമായിട്ട് രാവണവധം നടക്കുകയും ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വാണീദേവി സരസ്വതി മന്ത്രിയുടെ നാവിൽ ചെന്നിട്ട് ശ്രീരാമ അഭിഷേക വിഘ്നം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം മന്ത്രിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ മന്ദര പലതര കാര്യങ്ങൾ പറയുന്നത് കേട്ട് കൈകേയിക്കും സംശയം വന്നു തുടങ്ങി. അപ്പോൾ കൈകേയി പറയാണ്, എന്തായാലും ഈ പട്ടാഭിഷേകം തീരുമാനിച്ച ഈ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാണ് അത് മുടക്കുന്നത്, എനിക്കതിനൊരു വഴി പറഞ്ഞുതരാൻ പറയാണ്. അപ്പോൾ മന്ദര പറയുന്നുണ്ട്, പണ്ട് സുരാസുര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവ് യുദ്ധം ചെയ്യാനായിട്ട് പോയപ്പോൾ കൈകേയി ദേവിയും കൂടെ പോയിരുന്നല്ലോ. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കീലരന്ധ്രത്തിൻ്റെ ആണി ഊരിപ്പോവുകയും ആ കീലരന്ധ്രത്തിൽ തൻ്റെ ചെറുവിരൽ കൊണ്ടുവയ്ക്കുകയും അങ്ങനെ ദശരഥ മഹാരാജാവ് യുദ്ധം ജയിക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ട് ദശരഥ മഹാരാജാവ് കൈകേയിയോട് 2 വരം ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കൈകേയി പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും എനിക്ക് വരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ആവശ്യമുള്ള സമയത്ത് ആ വരം ചോദിച്ചുകൊള്ളാമെന്ന് ദശരഥ മഹാരാജാവിനോട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മന്ദര പറയാണ്, അന്ന് ദശരഥ മഹാരാജാവ് ചോദിച്ച 2 വരം നീ ഇപ്പോൾ ചോദിക്കണം. ഒന്നാമത്തെ വരം തൻ്റെ പുത്രനെ ഭരതനെ രാജാവാകണമെന്നും, രണ്ടാമത്തെ വരം ശ്രീരാമനെ 14 വർഷം വനവാസനായിട്ട്